നമസ്കാരം. ജയ് സ്റ്റോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണത്തെ എപ്പിസോഡ് വരെ നമ്മൾ പ്ലാസ്റ്റിക് സർജറിയിലെ കോസ്മെറ്റിക് സർജറി ഡിവിഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്ലാസ്റ്റിക് സർജറിയിൽ തന്നെ റീകൺസ്ട്രക്റ്റീവ് സർജറി എന്നൊരു ഡിവിഷൻ കൂടിയുണ്ട്. അതിലെ പ്രധാന കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെന്ന്. നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ ശങ്കർദാസ്. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് നമ്മൾ കോസ്മെറ്റിക് സർജറിയിൽ നിന്ന് വേറൊരു വശമായിട്ടുള്ള റീകൺസ്ട്രക്റ്റീവ് സർജറിയിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിൻ കട്ടായി, ഞരമ്പ് കട്ടായി എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വരാറുണ്ട്. എന്താണ് ഈ ശരിക്കും ഞരമ്പ് കട്ടാവുക എന്ന് ഉദ്ദേശിക്കുന്നത്? ആളുകൾ എന്ത് മുറിവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഞരമ്പ് കട്ടായി, എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും ആളുകൾ വരുന്നത്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ആക്സിഡന്റ് സംഭവിച്ച് റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് ഒക്കെയാണ് മറ്റേ ഹോസ്പിറ്റലിൽ വെയിൻ കട്ടായി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുമ്പ് ഒരു അപകടം ഉണ്ടായി അന്ന് വെയിൻ കട്ടായായിരുന്നു എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ഒരു വളരെ വേഗ് ടേമാണ് വെയിൻ കട്ടാകാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞരമ്പെന്ന് പറയുന്ന മലയാളത്തിൽ എന്ന് പറയുന്ന ഒരു വളരെ വേഗ് ആയിട്ടുള്ള ടേം. അതിന് ആക്ച്വലി 4 സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഞരമ്പെന്നൊക്കെ ബ്രോഡ്ലി പറയുന്നത്. ഒന്ന് ആർട്ടറിയും വെയിനും, രക്തക്കുഴലുകളും. ആർട്ടറി, വെയിൻ. അപ്പോൾ അത് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ആർട്ടറി എന്ന് പറഞ്ഞാൽ ശുദ്ധരക്തം ഹാർട്ടിൽ നിന്നും പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ്. വളരെ ഫാസ്റ്റായിട്ട് പമ്പ് ചെയ്തിട്ടാണ് അതിലേക്കൂടെ രക്തം ഒഴുകുന്നത്. അതിൻ്റെ ഫ്ലോ ആണ് ആ ഒരു ഏത് ഭാഗത്തേക്ക്, ഇപ്പോൾ കൈയിലേക്കാണെങ്കിൽ കൈയിലേക്കുള്ള രക്തോട്ടം അല്ലെങ്കിൽ കൈയുടെ സർവൈവൽ നിലനിൽപ്പ് ആ ബ്ലഡ് ഫ്ലോയിനെ അനുസരിച്ചാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് ഫ്ലോ കൊണ്ടുവരുന്നതും ആ കൈയെ സർവൈവ് ചെയ്യിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട രക്തക്കുഴലാണ് ആർട്ടറി. വളരെ ഫാസ്റ്റായിട്ടാണ് അതിൻ്റെ ഫ്ലോ പോകുന്നത്. വെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അശുദ്ധ രക്തത്തിനെ തിരിച്ച് ഹാർട്ടിലേക്ക് എത്തിക്കുന്നതാണ്. അതിൻ്റെ ഫ്ലോ, അത് മൾട്ടിപ്പിൾ വെയിൻസ് ഉണ്ടാവും. അതിൽ ഫ്ലോ വളരെ സ്ലോ ആയിട്ടായിരിക്കും. അശുദ്ധ രക്തമാണ്, വളരെ ഫ്ലോ വളരെ ചെറുതായിട്ടാണ് പോകുന്നത്. അപ്പം ആർട്ടറി അങ്ങോട്ട് ശുദ്ധരക്തം കൊണ്ടുവന്നത് പ്രധാനപ്പെട്ട ആർട്ടറികൾ മിക്കവാറും 1, 2 അല്ലെ മാക്സിമം 3 രക്തക്കുഴലുകളൊക്കെയാണ് കയ്യിലേക്ക്. ആദ്യം ഏറ്റവും തുടക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട ആർട്ടറിയും, പിന്നെ അതിനെ ഇങ്ങോട്ട് വരുമ്പം മൾട്ടിപ്പിൾ 2 ഭാഗമായിട്ടും അല്ലെങ്കിൽ 3 കാലിലാണെങ്കിൽ 3 ഭാഗമായിട്ടും ഒക്കെ തിരിഞ്ഞ്, അപ്പൊ പ്രധാനപ്പെട്ട 1, 2 ആർട്ടറി ആയിരിക്കും ഒരു ഭാഗത്തിലേക്ക് രക്തം എത്തിക്കുന്നത്. അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ആർട്ടറി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആർട്ടറി ആണ് കട്ടാകുന്നതെങ്കിൽ ആ ഭാഗത്തിലേക്കുള്ള ബ്ലഡ് കട്ടായി പോയി ആ ഭാഗം നിർജ്ജീവമായി പോകാനുള്ള സാധ്യത. അതേസമയം വെയിൻ എന്ന് പറഞ്ഞാൽ അനവധിയുണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പം വെയിൻ എന്ന് പറയുന്ന അശുദ്ധ രക്തം കൊണ്ടുപോകും. അപ്പം വെയിൻ മൾട്ടിപ്പിൾ ഉള്ളതുകൊണ്ട് ഒരു വെയിൻ അല്ലെങ്കിൽ 2 വെയിൻ ഒന്നും കട്ടായാൽ പ്രത്യേകിച്ചൊരു ഇതും സംഭവിക്കില്ല. മറ്റ് വെയിനുകൾ അത് ക്യാരി ഔട്ട് ചെയ്തോളും. അതാണ് ആർട്ടറി. ഇതാണ് രക്തക്കുഴൽ. പിന്നെ മൂന്നാമത് നമ്മൾ പറയുന്നത് നെർവ്സ് ആണ്. നെർവ്സിന് 2 ഫംഗ്ഷൻ ഉണ്ട്. നെർവ്സ് നമ്മൾ തലച്ചോറിലേക്കുള്ള കണക്ഷനാണ്. തലച്ചോറിൽ നിന്ന് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക്, ശരീരഭാഗങ്ങളിൽ നിന്നും സ്പർശനശേഷി, പെയിൻ, ടച്ച്, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള സ്പർശനശേഷി, അതിനുള്ള ഇമ്പൾസ് ശരീരത്തിന്റെ ഭാഗത്തിൽ നിന്നും ബ്രെയിനിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു ഫംഗ്ഷൻ. അതുപോലെ തലച്ചോറിൽ നിന്നും നമ്മുടെ മസിലുകളുടെ പ്രവർത്തനത്തിനുള്ള ഇമ്പൾസ് മസിലിലേക്ക് എത്തിക്കുക, എന്നിട്ട് മസിൽ വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഫംഗ്ഷൻ. അതാണ് നെർവ്. പിന്നെ ഒന്നുള്ളത് ടെൻഡൻ ആണ്. അതിന് മലയാളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് വള്ളി എന്നൊക്കെ പറയും. ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശേരുക്കളല്ല, അല്ലല്ല. ടെൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലിൽ നിന്നും പുറപ്പെട്ട് ഒരു ബോണിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. മസിൽ പുള്ള് ചെയ്യുമ്പോൾ ഈ കേബിൾ വഴിയാണ്, ഈ ജോയിന്റിന് അക്രോസ് ആയിട്ട് ഈ കേബിൾ വഴി മറ്റൊരു ബോണിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ മസിൽ പുള്ള് ചെയ്യുമ്പോൾ കേബിൾ വലിഞ്ഞിട്ട് ആണ് നമ്മുടെ കൈ മടങ്ങുക, അല്ലെ ജോയിന്റുകൾ മടങ്ങുക എന്ന് വരിക ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ പ്രവർത്തനത്തിന്റെ, അതായത് നമ്മുടെ ശക്തി, അതായത് മടക്കുക, നൂർക്കുക തുടങ്ങിയുള്ള ശക്തി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ചാനൽസ് അല്ല, കേബിൾ എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് ഈ ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഈ 4 കാര്യങ്ങളാണ് യൂഷ്വലി ഞരമ്പ് മുറിഞ്ഞു എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? ഇതിലേതാണ് കട്ടായേക്കുന്നത്? ഇപ്പൊ ആർട്ടറി ആണോ, വെയിൻ ആണോ, നെർവാണോ, ടെൻഡൻ ആണോ എന്നെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമുക്ക് രക്തക്കുഴലിലെ കാര്യം ആദ്യം എടുക്കാം. രക്തക്കുഴലിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ആർട്ടറി ആണ് മുറിഞ്ഞെങ്കിൽ വളരെ ശക്തമായിട്ട് നമ്മുടെ മുറിവിൽ നിന്നും ബ്ലഡ് ചീറ്റി വരും. വളരെ ശക്തമായിട്ട് വരും. കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളത് കെട്ടിവെച്ചാൽ അതിനകത്തൂടെ ഇങ്ങനെ ബ്ലഡ് ഒലിച്ചു വരുന്നതായിട്ട് കാണാം. വെയിൻ ആണെങ്കിൽ അത് ബ്രൈറ്റ് റെഡ് കളറിലായിരിക്കും ബ്ലഡ് വരുന്നത്.
അത് ഓക്കെ. കളർ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വെയിൻ ആണെങ്കിൽ കുറച്ചും കൂടി ഡാർക്കർ ആയിരിക്കും. അത്ര ഫോഴ്സിൽ വരത്തില്ല, ചീറ്റി ഓക്കെ. വരാനുള്ള സാധ്യത കുറവാണ്. അത് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ഒന്ന് ചെറിയ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ വെയിൻ്റെ ബ്ലീഡിങ് നിൽക്കും. അപ്പം ആർട്ടറിയിൽ നിന്ന് ശക്തമായിട്ട് ബ്ലഡ് വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ രക്തം കുറച്ച് സമയം കൊണ്ട് നഷ്ടപ്പെടാനും രോഗിക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ ആർട്ടറി മുറിയുമ്പോഴാണ്. ഓക്കെ. അത് രക്തക്കുഴലിന്റെ വലുപ്പവും കൂടെ അനുസരിച്ചാണ് ഏത് ഭാഗത്തുനിന്നുള്ളത്. എന്നാലും ആർട്ടറിയാണ്. അപ്പോൾ രക്തം നഷ്ടപ്പെട്ടതിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ആർട്ടറി. പിന്നെ ക്രിട്ടിക്കൽ ആർട്ടറി ആണെങ്കിൽ ആ ഒരു ആർട്ടറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ. അതാണെങ്കിൽ ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം നിലച്ചു പോകും. നിലച്ചു പോയി കഴിഞ്ഞാൽ സമയം ചെല്ലുന്തോറും ആ സെല്ലുകൾ സ്ലോലി ഡെഡ് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ആർട്ടറി അല്ലെങ്കിൽ രക്തക്കുഴൽ മുറിയുമ്പോഴുള്ള അവസ്ഥ. നെർവ് മുറിയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു സ്പർശനശേഷി ആ ഭാഗത്തെ പൂർണ്ണമായോ ഭാഗികമായിട്ട് നഷ്ടപ്പെടാം. ആ ഭാഗത്തെ മസിൽ, ആ നെർവ് സപ്ലൈ ചെയ്യുന്ന മസിലിന്റെ പ്രവർത്തനം വെച്ച് കഴിഞ്ഞാൽ മടക്കുവോ നോക്കുവോ ആ ഒരു ഫംഗ്ഷൻ, മസിലിന്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടുന്നതായിട്ട് കാണും. അപ്പം മടക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. പക്ഷെ ഈ മടക്കാൻ പറ്റാത്ത അവസ്ഥ മസിലുകളുടെ ഈ നെർവിന്റെ കൊണ്ട് മസിലിന്റെ ബെല്ലി കൺട്രാക്ട് ചെയ്യാത്തതുകൊണ്ടും വരാം. പക്ഷെ ടെൻഡൻ കട്ടായാലും മസിലിന്റെ ബെല്ലി കൺട്രാക്ട് ചെയ്യും. പക്ഷെ ഇത് അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തില്ല, അപ്പോഴും പ്രസ്തുത ഭാഗം അനങ്ങത്തില്ല. അപ്പൊ ആ രണ്ട് ലക്ഷണങ്ങൾ, ഇപ്പൊ ഈ ഒരു വിരല് അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നെർവ് കട്ടായി പോയിട്ട് മസിൽ കൺട്രാക്ട് ചെയ്യാത്തതായിരിക്കാം, അല്ലെങ്കിൽ മസിൽ കൺട്രാക്ട് ചെയ്തിട്ടും ഈ ടെൻഡൻ കട്ടായാൽ അപ്പോഴും ഈ ഭാഗം അനങ്ങത്തില്ല. അപ്പൊ ഈ ഇത്രയാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഏകദേശം എത്ര ആഴത്തിൽ മുറിയുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുമല്ലോ മുറിവുകൾ വരുന്നത്. അപ്പം ബ്ലഡ് ചീറ്റി വരികയാണെങ്കിൽ ആർട്ടറി എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. എന്നാലും ഒരു ആഴം നമ്മൾ പലപ്പോഴും ഏത് ഭാഗമാണെന്നുള്ളത്. അപ്പോ നമ്മുടെ ഈ കൂടുതൽ പുറകിലേക്ക് പോകുമ്പോൾ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം ഡീപ്പായിട്ട് വരും. കൈയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മസിലിന്റെ ഒന്നുമില്ല. ഇവിടെ ഈ റിസ്റ്റിന്റെ അവിടെ നിന്ന് അങ്ങോട്ട്, ഈ റിസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ട്രക്ചേഴ്സും വളരെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചൊരാഴത്തിന്റെ ഏറ്റവും തൊലിയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന എപ്പോഴും വെയിൻ ആയിരിക്കും, തൊട്ട് താഴെ. അപ്പൊ ചെറിയൊരു മുറിവേ ഉള്ളൂ എങ്കിൽ, വളരെ കുറച്ച് മുറിവുണ്ട് എന്നാൽ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിക്കവാറും വെയിൻ ആയിരിക്കും കട്ടാകുക. പക്ഷെ ആർട്ടറിയും ഏകദേശം തടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ആഴത്തിലാണ്, ശക്തമായിട്ടാണെങ്കിൽ ആർട്ടറി ആവാം, നെർവും ആകാം, ടെൻഡനും ആകാം. ശരിക്കും ഇത് കട്ടാവുന്നത് കൊണ്ടാണോ ആളുകൾക്ക് ഈ പറഞ്ഞ ഡെത്ത് ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത്? രക്തക്കുഴൽ മുറിയുമ്പം അമിതമായിട്ട് രക്തം വാർന്നൊഴുകി രക്തം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അപ്പൊ ആർട്ടറിയിലാണ് അത് സാധ്യത, അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. വലിയ ആർട്ടറി മുറിയും തോറും ആ രക്തപ്രവാഹത്തിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പം അപകടം പെട്ടെന്നുണ്ടാകും. ചെറിയ ആർട്ടറി ആണെങ്കിൽ അത്രയും രക്തം നഷ്ടപ്പെടാൻ കുറച്ചും കൂടി സമയം എടുക്കാം. പക്ഷെ അത് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അപകടം സംഭവിക്കും. ഇത് സ്വയം ജോയിൻ ചെയ്യുന്ന അങ്ങനെ സ്ട്രക്ചർ ഒന്നുമില്ല. ആർട്ടറി നമ്മൾ ഒരു പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടറി കട്ടായാൽ, ഒരു ആർട്ടറി കംപ്ലീറ്റ് ആയിട്ട് കട്ടായാൽ അതങ്ങ് റിട്രാക്ട് ചെയ്ത് ചുരുങ്ങിപ്പോകും. അതിന്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് കട്ടാകുന്ന ഒരു ആർട്ടറി ചുരുങ്ങി അതിന്റെ ബ്ലഡ് ഫ്ലോ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം പാർഷ്യലായിട്ട് കട്ടായാൽ ആ ചുരുങ്ങിയ രക്തോട്ടം നിൽക്കത്തില്ല. പാർഷ്യലായിട്ട് കട്ടാകുന്ന ആർട്ടറിയാണ് കൂടുതൽ ഡേഞ്ചറസ് കംപ്ലീറ്റ് കട്ടാകുന്നതിനെക്കാട്ടി. അപ്പം പാർഷ്യൽ ആർട്ടറി കൺട്രാക്ട് ചെയ്ത് നിൽക്കുന്നതിലൂടെ കണ്ടിന്യൂസ് ചിലപ്പം ബ്ലീഡ് ചെയ്തോണ്ടിരിക്കും. പിന്നെ ചെറിയ രീതിയിലുള്ള ചെറിയ ആർട്ടറീസ് ഒക്കെയാണ് കുറച്ചു നേരം ബ്ലീഡ് ചെയ്ത് അതിനകത്തൊരു ക്ലോട്ട് വന്നത് ഒക്ലൂഡ് ചെയ്ത് നിൽക്കും. അപ്പം വലിയ രക്തക്കുഴലാണെങ്കിൽ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ചെറിയ രക്തക്കുഴലാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കംപ്രസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ക്ലോട്ട് വന്ന് അങ്ങ് നിൽക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിലേക്ക് വരുമ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും? ആർട്ടറി, വെയിൻ, നെർവ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മൈക്രോ സർജറിയിലാണ് ഇതിലൂടെയാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആർട്ടറി കട്ടായാൽ നമ്മൾ ആർട്ടറി രണ്ട് തമ്മിൽ യോജിപ്പിക്കുന്ന, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ചെറിയ രക്തക്കുഴലാണ്. കയ്യിൽ തൊട്ടിങ്ങോട്ടുള്ള രക്തക്കുഴലുകൾ നോക്കുകയാണെങ്കിൽ ഈ റേഡിയൽ ആർട്ടറി, അതുപോലെ ഡിജിറ്റൽ വിരലുകളുടെ ആർട്ടറി, ഇതെല്ലാം താരതമ്യേന വലിപ്പം കുറവാണ്. ഡിജിറ്റൽ ആർട്ടറി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറിയ രക്തക്കുഴലാണ്. അപ്പൊ ഇത് നമ്മളൊരു മാഗ്നിഫൈങ് ലൂപ്പിന്റെയോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിന്റെയോ സഹായത്തിൽ ഒരു 4 മുതൽ 10, 20, 25 തവണ അതിനെ വലുതാക്കിയതിനു ശേഷം അതിസൂക്ഷ്മമായിട്ടുള്ള സ്വിച്ചേഴ്സ് ഉണ്ട്, നൂലുകളുണ്ട്. തലമുടി നാരിനേക്കാൾ ചെറിയ സ്വിച്ചേഴ്സ്, 80, 90, 10 എന്നൊക്കെ പറഞ്ഞു. അത് എത്ര രക്തക്കുഴൽ ചെറുതാണോ അത്രയും ചെറിയ സ്റ്റിച്ചുകൾ ഉപയോഗിച്ച് അതിസൂക്ഷ്മമായിട്ട് അതിനെ
യോജിപ്പിച്ച് എടുക്കുന്ന ഒരു പ്രക്രിയയാണ് മൈക്രോ സർജറി. അത് ആർട്ടറിയെ റിപ്പയർ ചെയ്യാം, വെയിനിനെ റിപ്പയർ ചെയ്യാം, നെർവ്സിനെ റിപ്പയർ ചെയ്യാം. മൈക്രോ ഓക്കെ. സർജറി ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ രക്തക്കുഴൽ മുറിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ നെർവ് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, ഫിസിയോതെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു മൈക്രോ സർജറിക്ക് മുമ്പ്. ഇപ്പൊ നമുക്ക് നെർവ് മുറിഞ്ഞാലും അത് റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റും മൈക്രോ സർജറിയിലൂടെ. പക്ഷേ ഒരു ഡിഫറൻസ് ഉള്ളത്, ആർട്ടറിയോ വെയിനോ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന്റെ ക്ലാമ്പ് അങ്ങോട്ട് റിലീസ് ചെയ്യുന്ന ഉടനെ ഫ്ലോ തുടങ്ങും. സോ ഫംഗ്ഷൻ അപ്പൊ തന്നെ റിസ്റ്റോർഡ് ആവും. നെർവ് മുറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നെർവ് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിഞ്ഞതിന്റെ അപ്പുറത്തേക്കുള്ള അതിന്റെ ഷീത്ത് മാത്രം കിടക്കും, അതിനകത്ത് സെല്ലുകൾ നശിച്ചു പോകും. പിന്നെ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ റിപ്പയർ ചെയ്ത ആ ഒരു ട്യൂബിന്റെ ഏറ്റവും പുറമത്തെ ആ ഒരു ലെയർ ആണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ റിപ്പയർ ചെയ്ത ആ ഒരു ചാനലിൽ കൂടെ ഈ പിൻഭാഗത്ത് നിന്നും നെർവ് സെൽസ് വളർന്ന് 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 ഈ പറയുന്ന മുമ്പോട്ട് കയറി അതിന്റെ എൻ പോയിന്റ്സിലേക്ക് എത്തും. ഇത് ശരിക്കും ടൈം എത്രത്തോളം വരും ഏകദേശം? ഈ സെൽസ് നശിച്ചു തുടങ്ങുക എന്ന് പറയുന്ന ഒരു ടൈം നെർവ് സെൽസ് നശിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു ഇത് കഴിഞ്ഞിട്ട് 2 ആഴ്ച മുതൽ 1 മാസം തൊട്ട് ഇത് നശിച്ചു തുടങ്ങും. പക്ഷേ 1 മാസം തൊട്ട് വീണ്ടും ഇതിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ റീജനറേഷൻ പവർ ഉള്ള ഒരു ടിഷ്യൂ ആണ് നെർവ്. അപ്പൊ ഈ റീജനറേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റിപ്പയർ ചെയ്തില്ല എങ്കിൽ ഇപ്പൊ ഇവിടെ കട്ടാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് വരുന്ന നെർവ് സെൽസ് ഈ ഭാഗത്തേക്ക് പോകാതെ മാറിക്കിടക്കുകയാണ്. ഇവിടുന്ന് റീജനറേഷൻ വരും, പക്ഷെ ഇത് എങ്ങോട്ടൊന്നില്ലാതെ ഇവിടെ ഒരു ന്യൂറോമയായിട്ട് മാറും. അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ആ ഒരു ഭാഗത്ത് നമ്മൾ തൊട്ട കറണ്ട് അടിക്കുന്ന പോലത്തെ ഒരു പെയിൻ ഉണ്ടാവും. അപ്പൊ പണ്ട് നെർവ് മുറിഞ്ഞിട്ടുണ്ട്, അപ്പൊ ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, നെർവ് മുറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് റിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ നോക്കുമ്പോൾ അവിടെ ഒരു പെയിൻഫുൾ, തൊട്ടാൽ ഭയങ്കരമായിട്ട് കറണ്ട് അടിക്കുന്ന പോലത്തെ ഒരു ഷൂട്ടിംഗ് പെയിൻ വരാം, ന്യൂറോമ എന്ന് പറയും. അതേസമയം റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ബ്രിഡ്ജ് ചെയ്ത് ഈ സെൽസ് ഇതിന്റെ ബാക്കിയുള്ള അതിന്റെ ആ പ്രസ്തുത സ്ഥാനത്തിലേക്ക് വീണ്ടും പോകും. 1 മില്ലിമീറ്റർ ആണ് ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 1 മില്ലിമീറ്റർ ഒരു ദിവസം നെർവ് വളരും. റഫ്ലി നമ്മൾ 1 ഇഞ്ച് 1 മാസം വളരുന്ന കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണോ എവിടെയാണോ മുറിഞ്ഞിരിക്കുന്നത് അവിടെ നിന്നും ഈ നെർവ് എത്തിച്ചേരുന്ന അവിടം വരെ എത്ര ഇഞ്ചസ് ഉണ്ടോ അത്രയും മാസങ്ങൾ എടുക്കും ഇതിന്റെ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും റിസ്റ്റോർ ചെയ്ത് വരാം. നെർവ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചു കുട്ടികളിലൊക്കെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഫുൾ ഏകദേശം 100% തന്നെ ഇത് വരും. പ്രായം ചെല്ലും തോറും ഇതിന്റെ എഫിക്കസി, ഈ റിപ്പയർ ചെയ്ത സെല്ല് എത്രത്തോളം ഫംഗ്ഷൻ റിസ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതിന്റെ അളവ് കുറഞ്ഞു പ്രായം ചെല്ലും തോറും. അതുപോലെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകം റിസ്ക് കൂടുതലാണ്. നെർവ് റിപ്പയർ ചെയ്താലും രക്തക്കുഴൽ റിപ്പയർ ചെയ്താലും സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ സക്സസ് റേറ്റ് വളരെ കുറവായിരിക്കും. അതൊരു വലിയ ഫാക്ടറാണ്. അപ്പം നെർവിന്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ടെൻഡന് മൈക്രോ സർജറി വേണ്ട. നമുക്ക് ടെൻഡൻ അബ്സോർബ് ചെയ്ത് പോവാത്ത നൂല് ഉപയോഗിച്ച് നമുക്ക് അത് ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഫംഗ്ഷൻ ഏകദേശം പൂർണ്ണമായി തന്നെ തിരിച്ചു കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ കരുതലെടുക്കേണ്ടത്, ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഏതാണ് കട്ടായേക്കുന്നത്, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടറി ആണോ അതോ പിന്നെ നെർവാണോ, ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരാണ് കൂടുതലും. അപ്പം ഇങ്ങനെ ഒരാൾ എന്തൊക്കെയാണ് കരുതലെടുക്കേണ്ടത് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ്? ഏറ്റവും പ്രധാനമായിട്ടും ബ്ലീഡിങ് പെട്ടെന്ന് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലീഡിങ് നിർത്താനായിട്ട് നമുക്ക് ആ ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും അടുത്ത ആശുപത്രി ചെല്ലുക. അപ്പം ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് അത് ഒന്ന് അൺകൺട്രോളബിൾ ആയിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാഗം വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൈഗേറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഞങ്ങൾ ലൈഗേറ്റ് ചെയ്യുന്നത് ഈ റിപ്പയറിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം. അപ്പം പ്രഷർ കൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിർത്തുക. ആ പ്രഷർ നമുക്ക് എത്രയും പെട്ടെന്ന് കെട്ടിവെക്കുക എന്നാണ്. അവിടെ ആ ഭാഗത്ത് നമ്മൾ പ്രഷർ കൊടുക്കുക. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആർട്ടറി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഒരുവിധം പ്രഷർ കൊടുത്താൽ നിൽക്കും. വെയിൻ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രഷർ കൊടുത്താൽ അതിനെ നിർത്താൻ പറ്റും. എന്നിട്ട് ആ ഭാഗം ഉയർത്തിപ്പിടിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക. അപ്പം അതിനു മുമ്പ് രക്തം വാർന്നു പോയതിന്റെ വോളിയം നമ്മൾ റിസ്റ്റോർ ചെയ്യേണ്ടി വരും. BP കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. തലകറക്കം പോലെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കിടത്തുക. ഏറ്റവും ആദ്യത്തെ ആശുപത്രി ചെല്ലുന്ന പറഞ്ഞാൽ യൂഷ്വലി ഒരു IV ഫ്ലൂയിഡ് നമ്മൾ സപ്ലിമെന്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തിട്ടാണ് പലപ്പോഴും റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ IV ഫ്ലൂയിഡും കൂടി ഇട്ടിട്ടാണ് വരുന്നത്. BP ബ്ലഡ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ കൂടുതൽ ബ്ലഡ് ലോസ് ആണെങ്കിൽ IV ഫ്ലൂയിഡും പുറമെ രക്തം കൂടി കയറ്റേണ്ടതായിട്ട് വരും. അപ്പം ഇതൊന്ന് പ്രഷർ കൊടുത്ത് ബ്ലീഡിങ് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിർത്തുക, എത്രയും പെട്ടെന്ന്
ഒരു പ്ലാസ്റ്റിക് സർജറി ഓപ്ഷനുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം ബാക്കി നമുക്ക് ആർട്ടറിയിൽ നിന്ന് കണ്ടിന്യൂസ് ബ്ലീഡിങ് ഇല്ല, വലിയ ബ്ലീഡിങ് ഇല്ല ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നെർവോ ടെൻഡനോ ഇപ്പം ഒരു ഭാഗം അനങ്ങാതെ വരുമോ, അല്ലെങ്കിൽ തരിപ്പോ നെംനസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നെർവ് മുറിഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗം അനങ്ങാവുന്നെങ്കിൽ നെർവ് ആയിരിക്കാം, ടെൻഡൻ ആയിരിക്കാം, നേരത്തെ പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് റഷ് ചെയ്യേണ്ട ആവശ്യമില്ല, എമർജൻസി ഇല്ല. അതിനെ നമ്മൾ ഒരു മേ ബി ഒരു 1 വീക്ക് വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്താലും വലിയ ഔട്ട്കമ്മിൽ വ്യത്യാസം. ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതല്ല. നമുക്ക് ഓവർനൈറ്റ് ഒന്നും രാത്രിയിൽ നിന്ന് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് പകലുള്ള സമയത്ത് ചെയ്യാം. പക്ഷെ വൂണ്ടിൽ അതൊരു ഡേർട്ടി വൂണ്ട് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ട്, അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതല്ല ഒരു ക്ലീൻ ഓൾമോസ്റ്റ് ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് കൊണ്ടൊക്കെ മുറിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ ആർട്ടറിയും വെയിനും നമ്മൾ റിപ്പയർ ചെയ്യുന്ന അത്രയും എമർജൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതല്ല.